പ്രിയമുള്ളവരെ, ഇന്ന് പല ആളുകളും ചിന്തിക്കുന്ന അല്ലെങ്കിൽ പിന്നാലെ ഓടുന്ന ഒരു സംഭവമാണ് ജിന്ന് എന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഞാൻ ജിന്നിനെ കണ്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ, ഞാൻ ജിന്നിനെ ലൈവായി കണ്ടിട്ടില്ല. എന്നാൽ ജിന്നുകൾ ഉള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുമായി സംസാരിച്ചിട്ടുണ്ട്, ഇടപഴകിയിട്ടുണ്ട്. ഇതിൽ നല്ല ജിന്നുള്ള ആളുകളെയും ഞാൻ കണ്ട് സംസാരിച്ചിട്ടുണ്ട്, ചീത്ത ജിന്നുള്ള ആളുകളെയും കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അതെങ്ങനെ മനസ്സിലായി എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ അത് ഞാൻ പിന്നീട് പറയാം. ഇനി ജിന്ന് എന്നത് മനുഷ്യവർഗത്തെ പോലെ തന്നെ ഒരു വർഗമാണ്. ഇവർക്ക് മനുഷ്യനെ പോലെ എല്ലാ കാര്യങ്ങളുമുണ്ട്. അതുപോലെ തന്നെ എന്നാൽ ചില മനുഷ്യന് ഉള്ളതിനേക്കാൾ അല്പം കഴിവ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ശരിക്കും അങ്ങനെയല്ല കേട്ടോ. ഇസ്ലാമികരമായി ഏറ്റവും കഴിവ് നേടാൻ സാധിക്കുന്നത് മനുഷ്യനാണ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ പലരും ചിന്തിക്കുന്നത് എന്താണ്? ജിന്നിന് മനുഷ്യനേക്കാൾ കഴിവുണ്ട് എന്നാണ്. തീർച്ചയായിട്ടും ചില കാര്യങ്ങൾക്ക് മനുഷ്യനെ സഹായിക്കാൻ അവർക്ക് സാധിക്കും. മനുഷ്യരുടെ സഹോദരങ്ങളായിട്ടാണ് ജിന്നുകളെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു സുഹൃത്തിനുണ്ടായ, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിൻ്റെ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു വിഷയം ഞാൻ പറയാം. എൻ്റെ ഒരു സുഹൃത്തിന് ഒരു ജിന്ന് വേണം എന്ന് ഭയങ്കരമായ ആഗ്രഹമുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ സമയത്ത് ഇവന് എന്നോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും അപ്പോൾ ഞാൻ അതിന് അത്ര പ്രോത്സാഹനം നൽകിയിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നല്ല ജിന്നുകൾ പലപ്പോഴും മനുഷ്യനെ ഇഷ്ടപ്പെട്ട് മനുഷ്യൻ്റെ അടുത്തേക്ക് വരികയാണ് ചെയ്യുക. നമ്മൾ വിളിച്ചു വരുത്തുന്നത് പലപ്പോഴും ചീത്ത ജിന്നോ അല്ലെങ്കിൽ പിശാചോ ഒക്കെ ആകാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് വേണ്ട പ്രോത്സാഹനം നൽകിയ. പക്ഷേ ഇവൻക്ക് അടങ്ങാത്ത ആവേശം കണ്ടപ്പോൾ ഞാൻ എൻ്റെ പരിചയത്തിലുള്ള, ഞാൻ പറഞ്ഞല്ലോ, ആളുകളെ പോയി കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. ശേഷം ഇതിന് പുറമെ ഞാൻ 400 വർഷക്കാലം പഴക്കമുള്ള ചികിത്സാ രീതി, ഇസ്ലാമിക ചികിത്സാ രീതി പിന്തുടരുന്ന ഒരു വ്യക്തിയെയും പോയി കണ്ടു. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് ഈ വിഷയം പറഞ്ഞു. എൻ്റെ ഒരു സുഹൃത്തിന് ഇങ്ങനെ ഒരു ജിന്ന ആഗ്രഹമുണ്ട്, ഇത് നല്ലതാണോ, അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും ചെയ്യാൻ വഴിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് ഒരു കൂട്ടം ഗ്രന്ഥങ്ങൾ കാണിച്ചു തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞത്, ഈ കാണുന്ന ഗ്രന്ഥങ്ങൾ ഇജ്ജ് കണ്ടോ, അല്ലെങ്കിൽ നീ കണ്ടോ? ഇതൊക്കെ എൻ്റെ പൂർവികർ 400 വർഷമായിട്ട് പിന്തുടർന്ന് പോന്ന ചികിത്സാ മുറകളും രീതികളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ പഠിപ്പിച്ച, ഞങ്ങൾക്ക് കൈമാറിയ ഗ്രന്ഥങ്ങളാണ്. ഞങ്ങൾക്കിത് പാരമ്പര്യമായി വന്നു ചേർന്നതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത് കൊണ്ടു നടക്കുന്നതിനോ ചെയ്യുന്നതിനോ പ്രശ്നങ്ങളില്ല. പക്ഷേ നിങ്ങളെപ്പോലെ ഒരു സാധാരണക്കാരനായ ഒരാൾ ഇതിലേക്ക് പ്രവേശിക്കുമ്പോൾ വലിയ പ്രയാസങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും. തുടക്കത്തിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് വേണ്ടതായ എല്ലാ സഹായങ്ങളും കിട്ടും. പക്ഷെ പിന്നീട് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വലിയ പ്രയാസങ്ങൾ നേരിടേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഈ സുഹൃത്തിനോട് പറഞ്ഞു, ഇതുവരെയുള്ള ചിന്തകളൊക്കെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഈ ചിന്ത വിട്ടേക്ക്, കാരണം അത് നല്ലതല്ല എന്ന് പറഞ്ഞു.